ഇതിന്റെ ഈ അറസ്റ്റിന്റെ ലീഗാലിറ്റി ഈസ് അണ്ടർ കൺസിഡറേഷൻ. അത് പരിഗണനയിൽ തന്നെയാണ്. ഇതിന്റെ നിയമസാധുത എത്രത്തോളം ഉണ്ട് ഈ അറസ്റ്റിന്റെ എന്നത് സംബന്ധിച്ചുള്ള വിഷയം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റ് സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ് കൂടി പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റ് സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുന്നു. എന്താണ് ഈ മറ്റ് സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്? കോടതി തന്നെ അത് വിശദമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, 1.5 വർഷം മുമ്പാണ് ഈ പറയുന്ന കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ 1.5 വർഷവും എടുക്കാത്ത ചില കാര്യങ്ങൾ, നീക്കങ്ങൾ, നടപടികൾ ഈ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ച് രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കോടതി നിരീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം. അപ്പൊ അത് തന്നെ തെറ്റായ ഒരു നീക്കമായിരുന്നു എന്ന് കോടതി പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം കോടതി പറയുന്നത്, ഇദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല, ഇദ്ദേഹം ഒരു ക്രിമിനൽ അല്ല, ഇദ്ദേഹം ഒരു സെർവിംഗ് ചീഫ് മിനിസ്റ്റർ ആണ്, ഇദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ കൺവീനർ ആണ്. അങ്ങനെ ഒരാൾ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയായ തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകേണ്ടതുണ്ട്, അതിന്റെ പ്രചരണത്തിൽ പങ്കാളിയാകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിയമത്തിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ നിരീക്ഷണം കോടതി നടത്തുകയാണ് എന്നുള്ളതാണ്.